അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം സ്കൈ വാച്ചിൽ ചേരുന്നത് അശ്വതി വിശ്വനാഥനാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിനിൽ. എല്ലാ പ്രേക്ഷകർക്കും പതിവ് പോലെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു കാലാവസ്ഥ അന്തരീക്ഷം എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. പതിവ് പോലെ സംസ്ഥാനത്ത് ഇന്നും മഴ അന്തരീക്ഷമാണ്. മഴയും കാറ്റും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മാപ്പ് പരിശോധിക്കുമ്പോൾ ഇന്ന് സംസ്ഥാനത്ത് 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നമുക്ക് പരിശോധിക്കാം. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. അതേസമയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. കാറ്റും മഴയൊക്കെ ആണല്ലോ അല്ലേ, അപ്പോൾ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കൂടിയുണ്ട്. കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക, അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. അതേസമയം കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാരണം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഇങ്ങനെയൊക്കെയാണ്. അതേസമയം നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനില എന്ന് നമ്മളിനി പരിശോധിക്കുന്നു. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരു ജില്ലകളിലും 31 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അതേസമയം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് 2 ജില്ലയിലും താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസ്ഥാനത്തെ മഴയുടെയും ചൂടിൻ്റെയും ഒക്കെ ഒരു അവസ്ഥ. പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, അധികൃതരുടെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും കാലാവസ്ഥ വിവരങ്ങളുമായി സ്കൈ വാച്ചിൽ കാണാം. ബിനിൽ. താങ്ക് യു. അശ്വതി വിശ്വനാഥനാണ് വളരെ വിശദമായ കാലാവസ്ഥ വിവരങ്ങൾ പറഞ്ഞത്. അശ്വതിയോട് ശ്രീ പറയുകയാണ്, ഞാൻ വയനാട് മേപ്പാടിയാണ്. ഇവിടെ പെരുമഴയാണ് അതിരാവിലെ മുതൽ. ഒരു തോർച്ചയ്ക്ക് ശേഷം അതിശക്തമായി വീണ്ടും മഴ പെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുക. മഴയാണെങ്കിൽ കുട എടുക്കണം. മഴക്കാലമാണല്ലോ, അപ്പോൾ കുട കയ്യിൽ വെക്കേണ്ടതാണ്. സ്ഥിരമായി എന്ന കാര്യത്തിൽ സംശയം ഇല്ല എന്നുള്ളതാണ്.